കേരളത്തിലോ ഇന്ത്യയിലോ ഇരിക്കുന്ന ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ മുഴുവൻ വെസ്റ്റേൺ മാധ്യമങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വെസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുമാണ് അത് കിട്ടുന്നത്. അപ്പോൾ അവരുടെ പെർസ്പെക്റ്റീവാണ്, അവർ ഏത് നിലയിലാണ് ഇതിനെ ഫ്രെയിം ചെയ്യുന്നത്, ആ ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മുടെ മുന്നിൽ ഈ വിവരങ്ങൾ മുഴുവൻ വരുന്നത്. ഒരു ചൈനീസ് പെർസ്പെക്റ്റീവിലോ അല്ലെങ്കിൽ ചൈനയുടെ താല്പര്യങ്ങളുടെയോ ഉള്ള വിവരങ്ങൾ നമ്മൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ആ നിലയിലുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയോ അല്ലെങ്കിൽ മാധ്യമങ്ങളെയോ ആശ്രയിക്കേണ്ടി വരും. ഇപ്പം ചൈനീസ് ഗ്ലോബൽ ടൈംസ് എന്ന് പറയുന്ന ചൈനയിലെ ഒരു ഇംഗ്ലീഷ് പ്രസിദ്ധീകരണമുണ്ട്, അല്ലെങ്കിൽ ഷിൻഹുവ ന്യൂസ് ഏജൻസി എന്ന് പറയുന്ന ചൈനയുടെ ഔദ്യോഗിക ഏജൻസി ഉണ്ട്. പിന്നെ ഇപ്പോഴും ചില ചൈനീസ് ഇതായിട്ടുള്ള ചില തിങ്ക് ടാങ്കുകളും വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലും എല്ലാം വരുന്ന ചില സാധനങ്ങളും വരുന്നുണ്ട്. പക്ഷെ അത് കൃത്യമായി അന്വേഷിച്ച് പോയാൽ മാത്രമേ നമുക്ക് അതിനകത്തുനിന്നുള്ള ഒരു വിവരം കിട്ടുമെന്നുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഏതായാലും ഇപ്പം വളരെ കൃത്യമായിട്ട് ഇപ്പം വെസ്റ്റേൺ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അമേരിക്കയുടെ കൗൺസിൽ ഓഫ് ഫോറിൻ റിലേഷൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അമേരിക്കയിലെ ഏറ്റവും വലിയ തിങ്ക് ടാങ്ക് അതാണെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചിട്ട് ചിലർ ദ ഇമ്പീരിയൽ ബ്രെയിൻ ട്രസ്റ്റ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അമേരിക്കൻ പോളിസി ഏതെല്ലാം നിലയിൽ ആണെന്നുള്ളത് ഈ കൗൺസിൽ ഓഫ് ഫോറിൻ റിലേഷൻസിൻ്റെ അവരാണ് തീരുമാനിക്കുന്നതെന്നാണ്. അപ്പോൾ അതിൽ അമേരിക്കയിലെ പ്രമുഖ കമ്പനികളുടെയും അല്ലെങ്കിൽ സർക്കാരിൻ്റെയും എല്ലാത്തിൻ്റെയും പ്രതിനിധികൾ അടങ്ങുന്നതാണ് ഈ കൗൺസിൽ ഓഫ് ഫോറിൻ റിലേഷൻസ്. അപ്പോൾ അവരുടെ ഒരു പ്രസിദ്ധീകരണമുണ്ട്, ഫോറിൻ അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോറിൻ അഫയേഴ്സിലെ ഇന്നലെ വന്ന ഒരു പ്രധാന ആർട്ടിക്കിള് ഈ ട്രംപ് ഷീ ഉച്ചകോടിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ അവരെ അതിനെ ഫ്രെയിം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് പേഴ്സണാലിറ്റീസ് തമ്മിലുള്ള ഒരു ദ്വന്ദ്വ യുദ്ധം എന്ന് പറഞ്ഞിട്ടാണ്. അവർ ഗ്രീക്ക് ഇതിഹാസത്തിൻ്റെ ഇലിയൻ്റ് മുതൽ മറ്റേ ദാവൂദും മറ്റേ ഗോലിയാത്തും തമ്മിലുള്ള അങ്ങനെ ഒരു ഫ്രെയിമിൽ വളരെ നാടകീയമായ ഒരു ഭാഷയിൽ ഉള്ള ഒരു സാധനമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അവർ പ്രധാനമായിട്ട് ഊന്നുന്നത് ഈ രണ്ട് വ്യക്തികളുടെയും പേഴ്സണാലിറ്റി ട്രൈറ്റുകളെ വെച്ചിട്ടാണ്. അതായത് അപ്പോൾ ട്രംപ് ഇങ്ങനെ വളരെ ഇതായിട്ടുള്ള അദ്ദേഹം അമേരിക്കയുടെ പിന്തുടരുന്ന സാധാരണഗതിയിലുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ സ്വന്തം ഇമ്പൾസീവായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഷീ ജിൻപിങ്ങിനെ അവിടെ ചൈനയിലെ മുഴുവൻ പരമാധികാരിയായിട്ടുള്ള ഒരു സാധനം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഇതിൽ എന്നുള്ള നിലയിലാണ് ആ ഒരു ഫ്രെയിംവർക്കിലാണ് വരുന്നത്.